നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മഞ്ഞക്കുറ്റികൾ പിഴുതു തുടങ്ങി. UDF മുമ്പേ പറഞ്ഞിരുന്നതാണ്. എറണാകുളത്തൊക്കെ ഒരു വാഴ നട്ടിരുന്നു. ഈ മഞ്ഞക്കുറ്റി പിഴുതിട്ട് അന്ന് വാഴ നട്ട് ആ വാഴ കൊലച്ച് അത് കൊണ്ടുപോയി ഒരു കടയിൽ കൊണ്ടുപോയി വിറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിഷേധ സമരങ്ങൾ നടന്നതാണ്. കേരയിൽ എന്നും പറയും, സിൽവർ ലൈൻ എന്നും പറയും. ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയിരിക്കുന്നു. പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി. അതെ, അത് റദ്ദാക്കിയിരിക്കുന്നു. ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം അത് റദ്ദ് ചെയ്തു. അത് നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു അതിൽ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു. പക്ഷേ പിന്നെ കേന്ദ്രത്തിനോട് സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ അവസാന നിമിഷം പറഞ്ഞില്ല കേന്ദ്രത്തിനോട് ഇത് തെറ്റായി പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പദ്ധതി ഫീസിബിൾ അല്ല എന്ന് അവസാനം അവർ അറിയിച്ചു. ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടാണ് അവർ പോയത്. എന്തായാലും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് സതീശൻ സർക്കാരിന് അറിയാം. ക്യാബിനറ്റ് തീരുമാനിച്ചു പദ്ധതി വേണ്ട, കൃത്യമായിട്ട് ചരമക്കുറിപ്പ് എഴുതി. അതെ, അതുപോലെ തന്നെ അന്ന് എടുത്ത കേസുകളെല്ലാം എല്ലാം പിൻവലിക്കാനും സർക്കാർ ഉത്തരവായി. അല്ല, അത് നേരത്തെ എനിക്ക് തോന്നുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ അന്നെടുത്ത കേസുകളെല്ലാം റദ്ദാക്കാൻ തത്വത്തിൽ തീരുമാനമായിരുന്നെങ്കിലും അത് ഉത്തരവിൽ തത്വം മാത്രമേ ഉള്ളൂ. തത്വം വേറെ. അത് നമ്മുടെ ശബരിമല കേസ് പോലെ തന്നെ. അതുപോലെ ശബരിമലയിൽ ഈ യുവതികളെ പ്രവേശിപ്പിച്ചത് തെറ്റായി പോയി. പക്ഷേ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. അത് പിന്നെ കൂടുതലും RSSകാര് പ്രതികളായ കേസ് കേസ് നടക്കട്ടെ, കോടതി തീരുമാനിക്കും. അതിനിപ്പം അടുത്തൊരു BJP സർക്കാർ വന്നാൽ മാത്രമേ സതീശനെ കൊണ്ടൊന്നും ലീഗ് അപ്പുറത്തിരിക്കുമ്പോൾ ഇപ്പുറത്ത് സതീശനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഈ സിൽവർ ലൈനിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് അന്ത്യകൂദാശ മെമ്മോ അടിച്ചു, തീർന്നു. വളരെ നന്നായി. പിഴുതു തുടങ്ങി. അത് ഈ സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി, ഞാൻ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. രാജേഷ് ജി ശ്രദ്ധിച്ചു കാണും, ഇടയ്ക്ക് നമ്മുടെ പിന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ശിവശങ്കരൻ IAS-ൻ്റെതായി ഒരു വാർത്തകൾ വെളിയിൽ വന്നത് ഓർക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ഒരു മരപ്പൊട്ടനാണ്, ഞാൻ എന്ത് പറയുന്നു അവിടെ അദ്ദേഹം എന്ന് പറഞ്ഞത് ശിവശങ്കർ പറഞ്ഞതായിട്ട് സ്വപ്നയാണ് അത് വെളിപ്പെടുത്തിയത്, അല്ലേ? അന്ന് വലിയ വിവാദമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സ്വപ്നയോട് അതുകൊണ്ട് തന്നെ തീർത്താൽ തീരാത്ത പകയുണ്ട് മുഖ്യമന്ത്രിക്ക്. അല്ല, ശിവശങ്കറിൻ്റെ ഇവിടെ ശിവശങ്കർ സ്വപ്ന നമ്മുടെ സ്റ്റാച്യുവിനടുത്തൊരു ഫ്ലാറ്റിൽ വെച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ശിവശങ്കർ എല്ലാം പറഞ്ഞ് സ്വകാര്യമായി സംസാരിച്ചു. ഇതൊക്കെ സ്വപ്ന റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു മരപ്പൊട്ടനാണ്, ഞാൻ പറയുന്നിടത്ത് ഷൂ എന്ന് വെച്ചാൽ ഒപ്പിടലാണ് അദ്ദേഹത്തിൻ്റെ പണി, വേറെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ശിവശങ്കർ സ്വപ്നയോട് പറഞ്ഞത് എന്ന് സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, നമുക്ക് സ്വപ്നയുടെ വെളിപ്പെടുത്തലേ നമുക്ക് അറിയുള്ളൂ കേട്ടോ. ഇതിൽ ആരാണ് മരപ്പൊട്ടൻ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ പ്രശാന്ത്, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വളരെ വൈറലായി. അതായത് മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന കഴിവൊന്നുമില്ല, അവിടെ ഈ എന്തെഴുതി കൊടുക്കുന്നു അത് വായിക്കും. അത് അദ്ദേഹം മാത്രമല്ല, മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ B അശോകും അത് പറഞ്ഞു. ഇത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഇമേജ് നമ്മൾ കാണുന്ന അദ്ദേഹം ഞാനൊക്കെ കരുതിയിരുന്നു കേട്ടോ, പിണറായി ഒരു വലിയ കർക്കശക്കാരനും ഒരു വലിയ അച്ചടക്കമുള്ള, വളരെ എന്താ പറയുക, ഈ ബലം പിടിച്ച് നടക്കുന്ന ഒരു ഭരണാധികാരി. ഞാനങ്ങനെ കരുതിയിരുന്നില്ല. കാരണം പിണറായി ഞാനൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചു. രാഷ്ട്രീയത്തിൽ പ്രശാന്തി പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരണാധികാരി അങ്ങനെ ആയിരുന്നില്ല. അത് നമ്മള് ഈ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ചുണ്ടാക്കിയ ഒരു പ്രതിച്ഛായയാണ്. പക്ഷെ അത് ഈ B അശോകും പ്രശാന്തും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, ഇതൊരു പൊളിയാണ്. അതായത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ, ഈ എഴുതി കൊടുക്കുന്നത് ഇങ്ങനെ വായിക്കാനല്ലാതെ, അത് അവതരിപ്പിക്കാനല്ലാതെ മുഖ്യമന്ത്രിക്ക് പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും സെക്രട്ടറി വേണം അദ്ദേഹത്തിന്. അല്ല, ഇവിടെ അവർ പേര് പറയുന്നുണ്ട്, പ്രഭാവർമ്മ എന്തെഴുതി കൊടുക്കുന്നു അത് പ്രഭാവർമ്മ അല്ല, ഇപ്പോഴല്ല, നേരത്തെ. അപ്പോൾ പ്രഭാവർമ്മ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, എനിക്ക് അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ടും അറിയാം, നല്ല ആളാണ്, അദ്ദേഹം നല്ല കഴിവുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം മാറിയിട്ട് പിന്നെ വേറെ ആളൊക്കെ വന്നു. ഇരിക്കട്ടെ, ഈ ആര് വന്നു എന്നുള്ളതല്ല, ആ കൊടുക്കുന്നയാൾ എന്തെഴുതി കൊടുക്കുന്നു അത് ആണ് പറയുന്നത്.
അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചാനലിലും അത് ആരാണ്? ബ്രിട്ടാസ് ആയിരുന്നു. ആ, ജോൺ ബ്രിട്ടാസ് എന്ത് പറയുന്നു? അത് മുഖ്യമന്ത്രി ആവർത്തിക്കും. മീഡിയ ഓർഗനൈസർ ആയിരുന്നല്ലോ, മീഡിയ കോർഡിനേറ്റർ. ആ, പിന്നെ സയൻസ് CM-ന്റെ കയ്യിലാണല്ലോ അതെ സയൻസ് ടെക്നോളജി. അതെ, അതാരാണ്? അതുമുണ്ടല്ലോ VSSC-ലെ അദ്ദേഹത്തായിരുന്നല്ലോ അതിന്റെ ഉപദേഷ്ടാവെ വെച്ചിട്ടുണ്ട്, ഡോക്ടർ ദത്തൻ. അതെ. അങ്ങനെ ഓരോ CM-ന്റെ കയ്യിൽ ഓരോ വകുപ്പിനും ഓരോ അഡ്വൈസർ ഉപദേശകൻ എന്ത് പറയുന്നു അത് ഇദ്ദേഹം ആവർത്തിക്കും. ഉപദേശി എന്ത് പറയുന്നു അദ്ദേഹം അത് സ്വയം ആലോചിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം ഒരിക്കലും അദ്ദേഹം പറയില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇവരൊക്കെ അദ്ദേഹമായിട്ട് അടുത്ത് പ്രവർത്തിച്ച ആൾക്കാരാണ് നമ്മൾ. പക്ഷെ രാഷ്ട്രീയപരമായ കമന്റുകൾ, രാഷ്ട്രീയപരമായ എതിരാളിക്കെതിരെ ചാട്ടുളി പോലുള്ള അല്ല, അതിൽ കാര്യം അത്തരം വാക്കുകൾ മാത്രമല്ല. താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭരണ നൈപുണ്യം എന്ന് പറയുന്നത് അതില്ല. ഇപ്പൊ ഉദാഹരണത്തിന് VS അച്യുതാനന്ദൻ, അദ്ദേഹം സ്മാർട്ട് സിറ്റിയെ ഒരു വലിയ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്ന പോക്കിൽ സ്മാർട്ട് സിറ്റി എല്ലാം ചർച്ചയൊക്കെ നടത്തി എല്ലാം റെഡിയാക്കി വെച്ചു. ഒപ്പിടൽ മാത്രം, അത് അടുത്ത സർക്കാർ ഒപ്പിടട്ടെ എന്ന് പറഞ്ഞ് തലയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ഊരി. അല്ലേ? ഈ സർക്കാരിനത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല, കാരണം സർക്കാർ തുടർച്ചയാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ UDF-ൻ്റെ സർക്കാരായതുകൊണ്ട് അവർ ചെയ്തതൊന്നും ഞങ്ങൾ പിന്തുടരില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഇവരുമായിട്ട് MOU സൈൻ ചെയ്യുന്നത് മാത്രം അടുത്ത സർക്കാരിൻ്റെ തലയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി കണ്ടീഷനും കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തിട്ട് ഇവരങ്ങ് ഊരി. പക്ഷേ VS സർക്കാർ എന്ത് ചെയ്തു? അത് പുനഃപരിശോധിച്ചു. ജോസഫ് C. മാത്യു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ IT വിദഗ്ധനെ, വിവരമുള്ള ഒരു IT വിദഗ്ധനെ കൊണ്ട് അതിനകത്തെല്ലാം പൊളിച്ചെഴുത്ത് വരുത്തി. എന്നിട്ട് വലിയ രീതിയിൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാകുമായിരുന്ന, ഇപ്പോഴും സംസ്ഥാനത്തിന് നഷ്ടമാണ്, ഈ കരാറ് പരമാവധി നഷ്ടം കുറച്ചു കൊണ്ടുവന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടാണ് VS അതിൽ ഒപ്പിട്ടത്. അപ്പൊ അതൊക്കെ ജോസഫ് C. മാത്യുവിനെ അവിടെ നിന്ന് മാറ്റി. അല്ല, അത് പിന്നീട് പിന്നാലെ പുള്ളി അവിടെ നിന്ന് ഒഴിവാക്കി. പക്ഷേ അല്ല, ഒരു കാര്യം നമ്മൾ സ്മാർട്ട് സിറ്റിയാണ്, സ്മാർട്ട് സിറ്റിയാണ്. അതെ അതെ, അതിൽ ജോസഫ് C. മാത്യു ഇടങ്കോലിട്ടു. അല്ല, അത് കാരണം എന്താന്ന് വെച്ചാൽ ഈ VS-നെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ പിന്നെ VS-ൻ്റെ സഹായികളെ വെട്ടി നിരത്തുക, അതാണ് ചെയ്തത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, VS എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എത്ര വരെയാണെന്ന് നമുക്കറിയാം. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ പ്രൈമറി തലം വരെ അദ്ദേഹം പഠിച്ചുള്ളൂ. പക്ഷേ പ്രായോഗിക ബുദ്ധി അദ്ദേഹത്തിന് വളരെ കൂടുതലായിരുന്നു. അറിവില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കും. അങ്ങനൊരു പ്രവർത്തനം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് 90 കോടി സിൽവർ ലൈനിൽ ഒഴുകിപ്പോയത്. അല്ല, അത് ഒരു പഴഞ്ചൊല്ലൂടെ പറയാനുണ്ട്, മൗനം വിദ്വാനും ഭൂഷണം മന്ദനും ഭൂഷണം എന്നൊരു ചൊല്ലുണ്ട്. ഇത് അറിഞ്ഞൂടാത്ത ടൈം എത്തുമ്പോൾ പുള്ളി മിണ്ടാതിരിക്കും. ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ മഞ്ഞക്കുറ്റി കുഴിച്ചിടാനായിട്ട് ചെലവാക്കിയ 90 കോടി രൂപ അതെവിടെ പോയത്? ഈ നഷ്ടം ആര് സഹിക്കും? കഴിഞ്ഞ സർക്കാർ സഹിക്കണം. കഴിഞ്ഞ സർക്കാരില്ല, കേരളത്തിലെ ജനങ്ങളാണ് സഹിക്കുന്നത്. ജനം സഹിച്ചു. ജനത്തിന് ഈ പണം തിരിച്ചു കൊടുക്കണ്ടേ വേറെ എന്തെങ്കിലും തരത്തിൽ? AKG സെന്ററിൽ നിന്ന് പിടിക്കാൻ പറ്റും? അല്ല, AKG സെന്റർ അല്ലല്ലോ. കഴിഞ്ഞ വ്യവസ്ഥാപിതമായ ഒരു സർക്കാർ ഉണ്ടായിരുന്നല്ലോ, ഇടത് സർക്കാർ, 2 ടൈമിലായിട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധനമന്ത്രി KN ബാലഗോപാൽ ആണല്ലോ. പിന്നെ ഇതിനൊരു SPV ഉണ്ടായിരുന്നു, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ മന്ത്രിമാരുടെ ധനമന്ത്രി ഉണ്ടായിരുന്നു, നമ്മുടെ വ്യവസായ മന്ത്രി, ഇവരെല്ലാം ഇതിൽ അംഗങ്ങളാണല്ലോ. 1ാം പിണറായി സർക്കാരിൽ തന്നെ തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെയാണ് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ പിടിക്കണം. അപ്പൊ ഇവരെല്ലാമാണ് ഈ 90 കോടിക്ക് ഉത്തരം പറയേണ്ടത്. 90 കോടിയുടെ പകുതി ഐസക്ക് കൊടുത്തു, പകുതി അനുമതി, വിനിയോഗ അനുമതി കൊടുത്തിരിക്കുന്നത് ബാലഗോപാൽ. അപ്പൊ എന്ത് ചെയ്യണം? ഇവരുടെ രണ്ടുപേരും സമാധാനം പറയണം. പെൻഷനിൽ നിന്ന് പിടിക്കണം. ഇവർക്കും ഉണ്ടാവില്ല പെൻഷൻ എല്ലാം, അതിൽ നിന്ന് പിടിക്കണം. അപ്പോ അതിനുള്ള തീരുമാനം സതീശൻ സർക്കാർ എടുക്കണം. ഈ 90 കോടി രൂപ നഷ്ടപ്പെടുത്തിയതിന് ഈ വെറുതെ ഈ സിൽവർ ലൈനിൻ്റെ പദ്ധതി മരവിപ്പിച്ച് ഉത്തരവിറക്കിയാൽ മാത്രം പോരാ. ഈ ഖജനാവിന് വരുത്തിയ നഷ്ടം തിരിച്ചു പിടിക്കണം. ഒരു സംശയം വേണ്ട. ഇനി ഒരു സർക്കാരും ഇത്തരത്തിലൊരു കാര്യത്തിന് ഇറങ്ങട്ടെ. ഒരു വിദഗ്ധനെ കൊണ്ട് ഇപ്പൊ ധവളപത്രം ഇറക്കാൻ പോവുകയല്ലേ, അദ്ദേഹം പഠിക്കുകയല്ലേ, ചന്ദ്രശേഖർ എന്നുള്ള വിദഗ്ധനാണ്, സാമ്പത്തിക വിദഗ്ധനാണ്. അപ്പൊ അദ്ദേഹം പഠിക്കുമ്പോൾ ഈ ഇടത് സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് നഷ്ടപ്പെടുത്തിയ നികുതി പണം എത്രയാണോ അത് എങ്ങനെ തിരിച്ചു പിടിക്കണം? എന്തൊക്കെയാ പറഞ്ഞ? കേരളയിൽ വരും കേട്ടോ, വാട്ടർ മെട്രോ വരും. ഈ വാട്ടർ മെട്രോ എന്നൊക്കെ പറയുന്നത്
ഈ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്ത് കൂടെ പോകുന്ന ആൾ പറയും ഇത് ഇങ്ങനെയാണ്, ഓ ഇത് നമുക്കിത് നമുക്കിതിങ്ങനെ കേരളത്തിൽ നമുക്കിതൊക്കെ ചെയ്യാം കേട്ടോ, ഓ ഉടനെ അങ്ങ് പ്രഖ്യാപനം തുടങ്ങി. 4 ബോട്ട് ഇറക്കിയല്ലോ. 4 ബോട്ട് ഇറക്കി. കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻലാൻഡ് വാട്ടർ റിസോഴ്സസ് വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അല്ലേ. കുറഞ്ഞ പക്ഷേ ഇവിടുന്ന് എറണാകുളം വരെയെങ്കിലും, തിരുവനന്തപുരം തൊട്ട് അല്ലേ, അവിടെ ഈ വർക്കല തുരങ്കം ഇപ്പോഴും വൃത്തിയാക്കി എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ വാചോടി നടത്തുന്നത്. പാർവതി പുത്തനാട് തൊട്ട് നമ്മളങ്ങ് കാസർഗോഡ് വരെ മറ്റേ ജലപാത എന്ന് പറയുന്ന ഒരു സാധനം, അത് 2006 VS സർക്കാരിൻ്റെ കാലം തൊട്ട് നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷം 20 കഴിഞ്ഞു അല്ലേ. പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മുകളിൽ കൂടി സിൽവർ ലൈൻ, താഴെ കൂടി വാട്ടർ മെട്രോ, അപ്പുറത്ത് കൂടെ എക്സ്പ്രസ് വേ. ജനം മതിൽ പിടിച്ചാണ് നടന്നു പോകുന്നത്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ചുമ്മാ പദ്ധതികൾ പ്രഖ്യാപിച്ച് അഴിമതി നടത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഖജനാവിൻ്റെ പണം ചോർത്തിക്കളയുന്ന ഈ ഇടപാട് അവസാനിപ്പിച്ചേ പറ്റൂ. ഇനിയെങ്കിലും ഒരു സർക്കാരും ഇത്തരത്തിൽ ചെയ്യരുത്. അതിന് ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ കിഫ്ബിയെ കൊണ്ടൊക്കെയാണ് പല കാര്യങ്ങളും ചെയ്യിച്ചിരിക്കുന്നത്. പോട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല. അല്ല, ഈ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ഇനി എങ്ങനെ അപ്പക്കച്ചവടം നടത്തും? പൂട്ടി അല്ല, അവിടെ കുട്ടനാട് അപ്പം ഇനി എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നു, കേരളയിൽ കയറുന്നു, നേരെ എറണാകുളത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നു, വിറ്റതിന് ശേഷം തിരിച്ചങ്ങോട്ടുള്ള കേരളയിൽ കയറി കണ്ണൂർ ഇവിടെ ഇറങ്ങുന്നു. അതാണ് ഈ പദ്ധതി തന്നെ അന്ന് ഇടത് സർക്കാർ അവസാന നിമിഷം വേണ്ടെന്ന് വെക്കാൻ കാരണം ഈ ഗോവിന്ദന്റെ അപ്പക്കച്ചവടം എന്നാ പിന്നെ അദ്ദേഹം പാർട്ടി വിട്ടു പോകും. ഈ അപ്പക്കച്ചവടം ലാഭകരമായാൽ അദ്ദേഹം പിന്നെ വലിയ നഷ്ടം സംഭവിക്കും. പാർട്ടിക്ക് ഒരു മികച്ച സൈദ്ധാന്തികനെ നഷ്ടപ്പെടും. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് വേറെ ആളിനെ നോക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഗോവിന്ദൻ കച്ചവടം ചെയ്ത് ജീവിക്കേണ്ട എന്നും കൂടി പാർട്ടി തീരുമാനിച്ചത് കൊണ്ടാണ് അന്ന്. കാരണം ഭാര്യയെ കണ്ടല്ലോ. ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഭാര്യയെ മത്സരിപ്പിച്ചത്. ഭാവിയിൽ നമുക്ക് അപ്പക്കച്ചവടം തുടങ്ങാം. എന്തായാലും സംഗതി അത് നടന്നില്ല, ജോറായി. ഈ പറഞ്ഞതുപോലെ അപ്പക്കച്ചവടവും പൂട്ടി, സിൽവർ ലൈനും പൂട്ടി. ഇവരെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിക്കണം. ഇപ്പോൾ DGP ആയിട്ട് റിട്ടയർ ചെയ്ത ആളിനെ കൊണ്ടുവന്ന് കൊച്ചി മെട്രോയുടെ MD ആക്കി ഇരുത്തുകയാണ്. എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും. ഇത് എന്തു ഒരു വാട്ടർ മെട്രോയും അദ്ദേഹത്തിൻ്റെ അയാളുടെ ചുമതലയും. ഇതെന്തൊരു തോന്നിയാസമാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നും ഈ നാട്ടിൽ ആളില്ലേ. ആ ജനം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് 25 സീറ്റിൽ ഒതുക്കി കളഞ്ഞത്. ഇത് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ മാരകമായിട്ട് കൊടുക്കേണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു ചെറിയ ഭാഗ്യം കൊണ്ട് ഇത്രയും കിട്ടിയതാണ്. ഇല്ലെങ്കിൽ ഇത് 20-ന് താഴെ പോയേനെ. കേവലം 10 സീറ്റിലേക്ക് ഒതുങ്ങിയിരുന്നു. പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ജനം ഉണ്ടാക്കിയേനെ. എന്തോ ഭാഗ്യം കൊണ്ട് 25 സീറ്റ് കിട്ടി. അപ്പോൾ മഞ്ഞക്കുറ്റി മുഴുവനും പിഴുത് തോട്ടിലെറിഞ്ഞു. ഇതാ സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതിയെ തന്നെ മരവിപ്പിച്ച് റദ്ദാക്കി ഉത്തരവിറക്കി. ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര പേർക്കാണ് വീട് ലോൺ എടുക്കാൻ പറ്റാത്തത്, ഭൂമി വിൽക്കാൻ പറ്റാത്തത് അല്ലേ? ഈ നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി എത്ര വിവാഹങ്ങളാണ് മുടങ്ങിയത്. ഇത് ഭൂമി കൊടുക്കാൻ പറ്റാത്തതുണ്ട്. ഭൂമി വിറ്റ് എങ്ങനെയെങ്കിലും മകളുടെ കല്യാണം നടത്താനിരുന്ന കുടുംബത്തിന് അത് സാധിക്കാതെ വന്നു. സ്ത്രീധനം കൊടുക്കാൻ പറ്റില്ല. സ്ത്രീധനം കൊടുത്താൽ അത് കേസാകും. നിയമപരമായിട്ട്. പക്ഷേ എടുക്കാൻ പറ്റില്ല. ഈ ഭൂമി വിറ്റാലേ കല്യാണം നടത്താൻ പറ്റുള്ളൂ. സ്വർണ്ണമെങ്കിലും ഒരു പവന്റെ ഒരു തരി സ്വർണ്ണമെങ്കിലും വാങ്ങിച്ചിടണ്ടേ? ഇതിനൊന്നും സമ്മതിക്കാതെ നടുക്കുകൊണ്ട് കുറ്റിയടിച്ചിട്ടുണ്ട്. എത്രയോ അടുക്കളക്കകത്ത് കുറ്റിയടിച്ചു, എത്രയോ ബാത്റൂമിൽ കുറ്റിയടിച്ചു. എത്രയോ പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാർ അവിടെ കടയിലെ ഹോട്ടലിലൊക്കെ നടുക്കുകൊണ്ട് കുറ്റിയടിക്കുക. എന്തൊരു നീചമായ പ്രവൃത്തി. ആ മനുഷ്യരുടെ ദുഃഖത്തിനും അവരുടെ ബുദ്ധിമുട്ടുകൾക്കൊന്നും ഒരു വിലയുമില്ല. അവരുടെ പ്രയാസത്തെ പരിഗണിച്ചതേയില്ല. ഇങ്ങനെ ഒരു എന്താ പറയുക, വളരെ എനിക്ക് തോന്നുന്നത് അന്ന് സമരം കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ കുറേ കുറ്റിപ്പിഴുത് തോട്ടിലെറിഞ്ഞു അന്ന്. അപ്പോൾ ഇനിയെങ്കിലും ഇനി ഒരു സർക്കാരിനും ഇത്തരത്തിലുള്ളൊരു ദുർബുദ്ധി തോന്നരുത്. അതിനുള്ള ഒരു ചങ്കൂറ്റം കൂടി ഈ മുഖ്യമന്ത്രി VD സതീശൻ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് ഈ 90 കോടി രൂപ അനാവശ്യമായി ചെലവഴിച്ച, അനാവശ്യമായി സർക്കാരിന് നഷ്ടം വരുത്തിയ ആൾക്കാരിൽ നിന്ന് തന്നെ അത് തിരിച്ചു പിടിക്കണം. അവരുടെ പെൻഷനിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടി അതാണ് സർക്കാർ ചെയ്യേണ്ടത്.
അതും കൂടി ചെയ്താൽ ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകൾ, ധൂർത്ത്, ഇത്തരത്തിലുള്ള ജനദ്രോഹം അത് പിന്നെ ഇനി വരുന്നവർക്ക് അത് ചെയ്യാൻ ഒന്ന് മടിക്കും. കാരണം ഒരു തവണ ഇതൊരു കീഴ്വഴക്കമായാൽ ഇനി ഒരു പദ്ധതി വരുമ്പോൾ ഇത് വയബിളായ എത്രയോ വേറെ നല്ല പദ്ധതികൾ കിടക്കുന്നു. അപ്പോൾ അതൊന്നുമല്ല, ഇതൊക്കെ വേറെ പല ഗൂഢ ഉദ്ദേശങ്ങളോടുകൂടി ചെയ്തതാണ്. എന്തായാലും വി.ഡി. സതീശൻ സർക്കാരിന് കയ്യടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. വന്ന ഉടൻ തന്നെ അവർ പറഞ്ഞതുപോലെ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അതിനുള്ള തീരുമാനമെടുത്തു, ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. വളരെ നല്ല കാര്യം. സർക്കാരിന് തീർച്ചയായിട്ടും ജനങ്ങളുടെ കയ്യടി കിട്ടും, ഒരു സംശയവുമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനി വരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ദുർബുദ്ധി ആർക്കും തോന്നാതിരിക്കട്ടെ, അതിനുള്ള നടപടി കൂടി ഈ സർക്കാർ ചെയ്താൽ വളരെ നല്ലത്.